സ്വാഗതം. അപ്പോഴേ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒമാനിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ താമസിച്ച വീടൊക്കെയാണ് ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇച്ചാൻ നമ്മുടെ കൂടെ ഉണ്ട്. ഇച്ചാനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ താമസിച്ച വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന വീടിന്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ താമസിച്ച വീട്. ആ വീടൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇന്നലെയൊക്കെ അവിടെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ വിചാരിച്ച് അകത്തൊക്കെ കയറി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇവിടെ ആളുണ്ടോയെന്നൊന്നും അറിയത്തില്ല, ഗേറ്റ് അടച്ചിട്ടേക്കോന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വീടിനകമൊക്കെ ഒന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വന്ന വഴിക്ക് ഞങ്ങൾ നടന്നു വന്ന വഴിക്കാണ് കേട്ടോ ഈ ചെടിയുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയാമോ, നമ്മുടെ നാട്ടിലെ അപ്പൂപ്പന്താടി ഇല്ലേ, അപ്പൂപ്പന്താടി തല പോലെ ഉണ്ടോ, കണ്ടോ ഇതുപോലെ ഇങ്ങനെ പറക്കുന്ന. അയ്യോ വല്ലാത്ത സ്മെല്ല് കഴിച്ചാ. അയ്യോ അബദ്ധം പറ്റിയിട്ട് കുഴപ്പമില്ല, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ വെച്ചാൽ ഇത്രയും ഒരു എന്താ പറയാ, ചെടികളൊക്കെ വളരെ പ്രയാസമുള്ള സ്ഥലത്ത് ഇങ്ങനെ കൂടി നിൽക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടേണ്ട. അപ്പൊ നമ്മള് അധികം സമയമൊന്നും കളയുന്നില്ല, നേരെ നമ്മുടെ എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ താമസിച്ച, ഇച്ചാനൊക്കെ ഇവിടെ ആദ്യം വന്ന സമയത്ത് താമസിച്ച വേറെ വീടുകളില്ല കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് വന്നപ്പം താമസിച്ച വീട് എന്ന് വെച്ചാൽ ആ താമസിച്ച വീടിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ പപ്പയുണ്ടായിരുന്നു, മമ്മി ഉണ്ടായിരുന്നു, ഞാനും ഇച്ചായനും ഞങ്ങൾ 2 പിള്ളേരും ഉണ്ടായിരുന്നു, പിന്നെ അനിയനും അനിയത്തി അവർ 2 പിള്ളേരും ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ 10 പേരായിരുന്നു ആ വീട്ടിൽ താമസിച്ചത്. നല്ല രസമായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഈ ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ ശരിക്കും ഒരുപാട് എന്താ പറയുക മെമ്മറീസ് ഒക്കെ ഇങ്ങനെ വരും. കുഞ്ഞുങ്ങൾ ഓടി നടന്ന സ്ഥലം, അവർ പിച്ച വെച്ച് നടന്ന, മോളെയാണെങ്കിൽ 9 മാസമുള്ള സമയത്ത് ഞാനും മോനൂടെ ഇവിടെ വരുന്നത്. അന്നേരം ഇച്ചായ ഇവിടെ ഉണ്ട്. അപ്പോൾ മോള് പിടിച്ചൊന്നും എഴുന്നേറ്റിട്ടില്ല. മോള് ഇച്ചിരി ലേറ്റായിട്ടാണ് പിടിച്ച് എഴുന്നേൽക്കുകയൊക്കെ ചെയ്തത് കേട്ടോ. അതല്ല ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് അവൾ പിടിച്ച് എഴുന്നേൽക്കുന്നത്, പിച്ച് വെച്ച് നടക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് ഓർമ്മകളുള്ളൊരു വീടാണ്. അപ്പോൾ നമുക്ക് ആ വീട്ടിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഒമാനിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ താമസിച്ച വീട്. ഈ വീട്ടിലായിരുന്നു പപ്പയും മമ്മിയും അനിയനും അനിയത്തിയും അവരുടെ പിള്ളേരും ഇച്ചാനും ഞാനും ഞങ്ങളുടെ പിള്ളേരും എല്ലാവരും ഒരുമിച്ച് താമസിച്ചത്. ഈ വീടിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് കളിച്ചിരുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ടൈല് കാണുന്നുണ്ട്. ഇവിടെ നല്ലപോലെ പിള്ളേരെ എപ്പോഴും ചെറിയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് കളിക്കുമായിരുന്നു. ഇവിടെ ഒരു കൈമ ഉണ്ടായിരുന്നു, ആ കൈമ ഇളക്കി കളഞ്ഞു കേട്ടോ. ടെന്റ് അറബിയിലാണെന്ന് തോന്നുന്നു കൈമയെന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ടെന്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇളക്കി കളഞ്ഞു. അത് ഈ വീട്ടുകാരുടെയാണ്. ഈ വീട് നിങ്ങൾക്ക് മനസ്സിലായോ, നമുക്ക് വൈഫൈ തന്ന വീടില്ലേ, അവിടുത്തെ അമ്മച്ചിയുടെ വീടാണ് കേട്ടോ. അതിന്റെ ബാക്ക് സൈഡാണ്, അതിന്റെ അപ്പുറ സൈഡിലാണ് നമ്മുടെ വീട് വരുന്നത്. അപ്പൊ ഇതായിരുന്നു വീട്. ഇത് നമ്മുടെ എന്താ പറയാ മെയിൻ ഗേറ്റ്. എപ്പോഴും ഗേറ്റ് ഞങ്ങൾ അടച്ചിടണം. ഇപ്പോൾ ഇവിടെ പണിക്കാരൊക്കെ ഉണ്ട്, അതാണ് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അകത്ത് കയറി വീഡിയോ എടുക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല, ഇവിടെ കുറെ ആളുകളൊക്കെ ഉള്ളതാണ്. അവർ പ്രത്യേകം പറഞ്ഞു അവരുടെ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, വീഡിയോക്കകത്ത് അവരെ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല. പിന്നെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കുഞ്ഞുങ്ങൾ കുറെ ഓടി നടന്നതും നല്ല രസമായിരുന്നു. കണ്ടോ, ഇതായിരുന്നു ഞങ്ങളുടെ വീഡിയോ കേട്ടോ. ലുക്കേ മാറിയില്ലേ? ഇതാണ് കേട്ടോ, ഇതായിരുന്നു ഇത് ഞങ്ങളുടെ കിച്ചണായിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ കിച്ചണായിരുന്നു വരുന്നത്. ഇത് കാർ പോർച്ച്. പിന്നെ ദേ വരുന്ന ഇത് കണ്ടോ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ മമ്മി വെച്ച പൈപ്പാണ് കേട്ടോ. മമ്മിയാണ് ഈ പൈപ്പ് വെച്ചത് ഇവിടെ കേട്ടോ. മമ്മി ആളെ നിർത്തി ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു വാഷ് ബേസിൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അതിപ്പോ ഇവിടെ ആരോ വന്നു വെച്ചു. ഇത് സ്റ്റോർ റൂം. ഇവിടെ നിറയെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പപ്പ ഭയങ്കര കൃഷിയായിരുന്നു. നിറച്ച് കൃഷികളായിരുന്നു, നിറച്ച് ഇതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. എന്തുവാ, പയർ നട്ടിട്ടുണ്ടായിരുന്നു, വെള്ളരി നട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ വഴുതനങ്ങ. ഇത് സ്റ്റോർ റൂം ആണ് കേട്ടോ. ഇവിടെ സ്റ്റോർ റൂം ഒക്കെ ഇങ്ങനെ ആക്കി. എനിക്ക് അല്ല, കൊറോണ ടൈം വന്നപ്പോഴേ ഞങ്ങളാണെങ്കിൽ ഇവർക്കൊന്നും മുടിയൊന്നും വെട്ടാനൊന്നും പുറത്തൊന്നും പോകാൻ പറ്റില്ല. ഞങ്ങൾ എല്ലാവരും ഈ വീട്ടിൽ തന്നെയായിരുന്നു കൊറോണ സമയത്ത്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുത്തിയായിരുന്നു പിള്ളേരുടെ മുടി ഞങ്ങൾ തന്നെയായിരുന്നു വെട്ടുന്നത്. നല്ല രസമായിരുന്നു. അതൊക്കെ ഓർമ്മ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് ചെടിയിൽ പുറത്തൊരു ചെടി നട്ടിട്ടുണ്ട്. ആ ചെടിയിലേക്ക് പോകുന്ന വെള്ളം ഇങ്ങനെ ഇവിടെ നിന്നാണ് തോന്നുന്നു കൊടുത്തേക്കുന്നത് കേട്ടോ. അതാ ഇങ്ങനെ തുറന്നിട്ടേക്കുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കും. കൊച്ചുങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഞാൻ ആ വീഡിയോ സൈഡിലൊന്ന് കൊടുത്തേക്കാം. വീടിനായിരുന്നു കുരുത്തക്കേടൊക്കെ കാണിച്ചോണ്ടിരുന്നത്. ഇതിപ്പം അകത്തോട്ട് നമ്മൾ കയറുന്നില്ല, വേറെ ആളുകളല്ലേ താമസിക്കുന്നത്. ഇതേ കണ്ടോ, വീടിനകം ഒന്ന് ചെറുതായിട്ട് കാണിച്ചേ. ഇതൊരു ഹാള്. ഇവിടുന്ന് പിന്നെ അകത്തോട്ട് അവരാരും ഇല്ലാതെ എങ്ങനെയാ കയറുന്നത് ശരിയായിട്ടുള്ള കാര്യം. അകത്തോട്ട് പോകുന്നില്ല കേട്ടോ, വേറെ ആളുകളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് പോകുന്നില്ല. അപ്പൊ കിച്ചൺ എന്ന് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണിച്ചാ. കിച്ചണിന് കുറെ മാറ്റമൊക്കെ വന്നെന്ന് തോന്നുന്നു അല്ലേ? ഇത് കണ്ടോ, ഇവിടെ പിള്ളേര് കളിപ്പാട്ടം എടുത്തെറിയുന്ന സ്ഥലം. ഇതെന്ന് വെച്ചാല്
ഇത് ഒന്ന് ഈ വീടിന്റെ മതില്, ഒന്ന് ആ വീടിന്റെ മതില്. നമ്മുടെ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതിലും കെട്ടി അതിനോട് ചേർത്ത് തന്നെ അടുത്ത മതിലും കെട്ടി അങ്ങനെ അങ്ങ് പോകും അല്ലേ. ഇവിടെ അങ്ങനെയല്ല, രണ്ടുപേർക്കും അവരവരുടെ മതിൽ സ്പെഷ്യലായിട്ട് അങ്ങ് കെട്ടും കേട്ടോ. അപ്പൊ ഇതിന് ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. പിള്ളേർ എന്തെങ്കിലും സാധനമൊക്കെ നമ്മൾ തിന്നാൻ കൊടുക്കുന്നത്, കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഇവിടെ ഒരു സോഫ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സോഫയുടെ മേളിൽ കയറിഞ്ഞിട്ട് ഇതിന് ഇടയ്ക്കോട്ട് എടുത്തിടും. പിന്നെ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും ഇതിന് ഇടയ്ക്കൊക്കെ ഓരോ സാധനങ്ങൾ കൊച്ചുങ്ങള് പഴയ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. അതിങ്ങനെ കാണുമ്പോഴേക്കും ഓർമ്മ വരും. ഞാൻ ഇടുക്കി കൂടെ ഇങ്ങനെ നോക്കും. അവിടെ നിൽക്കുമ്പോഴും കാണാം ആ ഇടുക്ക് ഭാഗം. ഭയങ്കര മെമ്മറീസ് ഉള്ള സ്ഥലം ഇതൊക്കെ. ഭയങ്കര മെമ്മറീസ് ആണ്. ഇവിടെയൊക്കെ വെച്ചാൽ ഇവിടെയൊക്കെ സോഫ ഇട്ടിട്ട് പിന്നെ മേളിൽ കയറി ഇരിക്കുക. ഇവിടെ ഒരു സൈക്കിൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സൈക്കിളിനകത്ത് ആൽബിനും അമ്മയും കൂടെ എപ്പോഴും ഒരുമിച്ചിരിക്കും. എനിക്ക് ഈ വീട്ടിൽ വന്നപ്പോ ശരിക്കും കുഞ്ഞുങ്ങളെ മിസ് ചെയ്യുന്നൂടെ. വലിയ വീടാട്ടോ. ഇതിനകം അവര് എനിക്ക് എടുക്കാൻ മനസ്സ് വരുന്നില്ല. കാരണം വേറെ ആളുകളൊക്കെ താമസിച്ചുകൊണ്ടിരിക്കും. നമുക്കത് അവരുടെ എന്താ പറയാ പ്രൈവസി ഇവിടെ നമ്മൾ നോക്കണ്ടേ. അങ്ങോട്ട് എടുക്കുന്നില്ല. അപ്പൊ ഇതാണ് വീടിന്റെ ഉൾവശം കേട്ടോ. ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന പിള്ളേർ കളിക്കുന്ന സ്ഥലം. ഓക്കെ, അപ്പം കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ വരികയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പഴയ വീട് കേട്ടോ. ഭയങ്കര മെമ്മറീസ്. വലിയ വീടാണ് കേട്ടോ, വലിയ വീടാണ്. വലിയ വീടിന് വലുപ്പം മാത്രമല്ല, മെമ്മറീസ് ഒരുപാടുണ്ട്. കുഞ്ഞുങ്ങളും പപ്പയും മമ്മിയും അനിയനും അനിയത്തിയും കുഞ്ഞുങ്ങളും ഭയങ്കര സംഭവമായിരുന്നു. നല്ല രസമായിരുന്നു അതൊക്കെ. ഒരു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.